ഹലോ ഡിയേഴ്സ്, എൻ്റെ പേര് അനോവ. ഇതെൻ്റെ പുതിയ ചാനലാണ് അനോവ ഡയറീസ്. ഇതിൽ ഞാൻ ഇടുന്നത് എൻ്റെ ഡെയിലി ലൈഫ് ബേസിസിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ നാട് വന്നിട്ട് തൃശ്ശൂരാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് വാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ തന്നെ, നമ്മുടെ മണ്ണുത്തി അടുത്ത്. അവിടെ ആയിട്ടാണ്, അതായത് റിസർച്ച് അസിസ്റ്റൻറ്റ് പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. എൻ്റെ ഫീൽഡ് അഗ്രികൾച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ വെയിൽ കൊള്ളേണ്ടി വരും. അപ്പം ഞാൻ ഡെയിലി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, സൺസ്ക്രീൻ യൂസ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ള രീതിയിൽ ഓഫീസിൽ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു ഇതാണ് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങനെ രീതിയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരാം, കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ആദ്യത്തെ വീഡിയോ ആണ്. എനിക്ക് അത്രയും പരിചയമൊന്നുമില്ല ഈ യൂട്യൂബും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് നോക്കാം. ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നത് അലോവേര ജെല്ലാണ്. പിന്നെ ഇടുന്നത് സൺസ്ക്രീമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഡോക്ടർ ഷീത്തിൻ്റെ വൈറ്റമിൻ സി എന്ന് പറയുന്ന സൺസ്ക്രീമാണ് യൂസ് ചെയ്യണത്. സൺസ്ക്രീം എത്ര ഇട്ടാലും ഞാൻ ഫീൽഡിൽ പോയി വരുമ്പോഴേക്കും ആകെ ടാൻ അടിക്കും. അപ്പോൾ ഇടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പറയണ്ട. അപ്പോൾ എന്തായാലും എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. പിന്നെ ഹൈബ്രോസ് ഫില്ല് ചെയ്യും. കണ്ണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതാറില്ല. ഇന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയ കാരണം ഞാൻ ജസ്റ്റ് ഇന്ന് മസ്കാര ഇട്ടു. പക്ഷെ അതൊന്നും അത്രയ്ക്ക് എനിക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ഒന്നും ഇടാനായിട്ട് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. ഞാനതിൽ അത്രയ്ക്കും എക്സ്പേർട്ടൊന്നുമല്ല. മോയ്സ്ചറൈസറും സൺസ്ക്രീം എല്ലാ കുട്ടികളും ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾ ഒഴിവാക്കാറില്ല. പിന്നെ ഒരു പൊട്ട് വയ്ക്കുന്ന കാര്യം അതൊന്നും ഒഴിവാക്കാറില്ല. വേറെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ലിപ് ബാം യൂസ് ചെയ്യും ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ്. അത് യൂസ് ചെയ്യുന്ന ഡൈക്കയുടെ ബീട്രൂട്ടിൻ്റെ ഒരു നല്ലതാണ് എൻ്റെ റൂംമേറ്റ് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തതാണ്. പിന്നെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുക. അതേതാ ഷെയ്ഡെന്നോ അതൊന്നും എനിക്കറിയില്ല. കണ്ടു ഇഷ്ടപ്പെട്ട് വാങ്ങി. ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ എന്താ, ഇത്രയ്ക്കൊക്കെ തന്നെയാണ്. ഞാൻ ഈ രാവിലെ ലേറ്റായിട്ടൊക്കെയാണ് ഞാൻ എഴുന്നേൽക്കുക. അപ്പോൾ എഴുന്നേറ്റിട്ട് ഒരു റാഷായിട്ട് പെട്ടെന്ന് ഫ്രഷപ്പ് ആവും. പിന്നെ മേക്കപ്പ് ഇടുന്നത്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ടച്ചപ്പിന് വേണ്ടി ഇങ്ങനെ നമ്മളുടെ നോർമൽ ഒരു പൗഡർ, കുട്ടിക്കൂര പൗഡർ അതിടും. പിന്നെ സ്പ്രേ ചെയ്യും. ഈ സ്പ്രേ എന്ന് പറയുന്നതും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോയപ്പോൾ. അപ്പോൾ അത് അടിക്കും. അതേതാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഹെയർ ഇങ്ങനെ വിരിച്ചിട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഫീൽഡിൽ ഇറങ്ങി നടക്കുമ്പോൾ പിന്നെ അല്ലെങ്കിലേ തന്നെ മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ വിരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പോളി ടൈൽ ഇങ്ങനെ കെട്ടും, എല്ലാം കൂടി വാരി ഇങ്ങനെ കെട്ടും. അല്ലെങ്കിൽ ഉച്ചയ്ക്കാവുമ്പോഴേക്കും ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് വാരി ഇങ്ങനെ അമ്മമാരൊക്കെ കെട്ടണ പോലെ ഇങ്ങനെ കെട്ടി വെക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പോളി ടൈൽ കെട്ടിപ്പോവും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറയണത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോസ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, നമുക്ക് റെഡിയാക്കാം.